ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു മോണിറ്ററിൻ്റെ അൺബോക്സിംഗ് ആണ്. നമ്മളൊരു PC അസംബിൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനായിട്ടൊരു മോണിറ്റർ ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്ത മോണിറ്ററാണിത്. ഏസറിൻ്റെ aopen എന്ന് പറയുന്ന ഒരു പുതിയൊരു മോഡലാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ചെറിയൊരു അൺബോക്സിങ്ങും ഫസ്റ്റ് റിവ്യൂ ഒക്കെയാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഫ്ലിപ്കാർട്ടിൻ്റെ ഈ ഒരു മുകളിലെ പാക്കറ്റ് നമുക്ക് ഓപ്പൺ ആക്കാം. അപ്പോൾ ഒരു ഇൻവോയ്സ് നമുക്ക് ലഭിക്കും. അപ്പോൾ ഇതിനകത്ത് കമ്പനിയുടെ പാക്കിംഗ് ആണ്. അപ്പോൾ പുറമേ കാണുന്ന ഇത് ഫ്ലിപ്കാർട്ടിൻ്റെ പാക്കിംഗ് ആണ്. അപ്പോൾ ഒരു ഇൻവോയ്സ് നമുക്ക് കിട്ടും. അപ്പോൾ ഇതൊന്ന് ഓപ്പൺ ആക്കി നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ മോണിറ്ററിൻ്റെ ബോക്സ്. aopenൻ്റെ 22CV1Q എന്ന് പറയുന്നൊരു മോഡൽ 21.5 ഇഞ്ച് ഡിസ്പ്ലേ ഉള്ള ഫുൾ HD ഡിസ്പ്ലേ ആണ് ഉള്ളൊരു മോണിറ്ററാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ബോക്സ് ഒന്ന് ഓപ്പൺ ആക്കാം. രണ്ടിടത്തും ഒരു ലോക്ക് പോലെയാണ്. അപ്പോൾ അതിന് മുകളിലായിട്ട് പ്ലാസ്റ്റിക് പോലെ സെറ്റ് ചെയ്തേക്കാണ്. പ്ലാസ്റ്റിക് നമുക്ക് കട്ട് ചെയ്തിട്ട് ഈ ബോക്സ് ഒന്ന് ഓപ്പൺ ആക്കാം. അപ്പം നമ്മുടെ ബോക്സ് ഓപ്പൺ ആക്കി. തെർമോക്കോള് മാത്രമായിട്ട് ഇങ്ങ് പോരുന്നു. നമ്മുടെ മോണിറ്ററിൻ്റെ അകത്താണ്, നമുക്ക് എടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ സാധനം. ഇതിൻ്റെ കൂടെ നമുക്ക് ചാർജ് ചെയ്യാൻ, നമുക്ക് സപ്ലൈ കൊടുക്കാനുള്ള അഡാപ്റ്ററും പിന്നെ നമുക്ക് സ്റ്റാൻഡ് നമുക്കത് സെറ്റ് ചെയ്യാനുള്ളൂ. സ്റ്റാൻഡ് വെക്കാനുള്ള സംഭവം. പിന്നെ നമുക്ക് സ്റ്റാൻഡിൻ്റെ തന്നെ ആ ഒരു സംഭവം കിട്ടുന്നുണ്ട്. പിന്നെ നമുക്കൊരു HDMI കേബിളും പിന്നെ നമുക്കൊരു യൂസർ മാനുവൽ, വാറൻറ്റി, ഇത് മൂന്നുമാണ് ഈ ഒരു ബോക്സിൽ. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ബോക്സിൽ. നമുക്ക് ഈ മോണിറ്റർ നമുക്കൊന്ന് ഓപ്പൺ ആക്കി നോക്കാം. ഈ കവറൊന്ന് മാറ്റി നോക്കാം. അപ്പോൾ ഇതിൽ നമുക്ക് ഒരു HDMI പോർട്ടുണ്ട്, ഒരു VGA കേബിൾ കുത്താനുള്ള സ്പേസ് ഉണ്ട്, പിന്നെ നമ്മുടെ സപ്ലൈ കൊടുക്കാനുള്ള സ്പേസ്. ഈ ഒരു പാക്കറ്റിൽ നമുക്ക് HDMI കേബിളും നമുക്ക് യൂസർ മാനുവലും വാറൻറ്റി ബുക്കുമാണ്. 2 ബുക്ക്, നമുക്ക് ഒരെണ്ണം വാറൻറ്റി ബുക്ക്, ഒരെണ്ണം യൂസർ മാനുവലാണ്. ഓക്കെ, നമുക്ക് നമ്മുടെ സ്റ്റാൻഡ് ഒന്ന് സെറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് തന്നെ സെറ്റ് ചെയ്യാനുള്ളതേ ഉള്ളൂ. സിമ്പിളാണ്, വളരെ സിമ്പിളാണ്. ഒരു ലോക്കാണ്, വേറെ ഒന്നും ലോക്കിലോട്ട് കയറ്റി വെച്ചാൽ മാത്രം മതി. കറക്റ്റ് ലോക്ക് ഏതാണെന്ന് അറിഞ്ഞിട്ട് ഒരു വിടവ് പോലുണ്ട്. കറക്റ്റ് ലോക്ക് നമുക്ക് നോക്കിയാൽ അറിയാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ PC. ഞാൻ കാണിച്ചിട്ടില്ലായിരുന്നു, കുറച്ച് നാളായി ഞാൻ എടുത്തിട്ട്. ഒരു 10 ദിവസമായി. ഈ ഫ്ലിപ്കാർട്ട് ഡിലേ ആയതുകൊണ്ട് ഇവിടെ തന്നെ ഇരിപ്പാണ്. അപ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ടാണ് മോണിറ്റർ വന്നത്. ഇപ്പോൾ ഇത് നമ്മുടെ i3യുടെ 6th ജനറേഷനാണ് പ്രൊസസ്സർ വരുന്നത്. പിന്നെ 1 TB ഹാർഡ് ഡിസ്ക് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു സിസ്റ്റം. അപ്പോൾ നമുക്ക് ഈ ഒരു മോണിറ്ററിൻ്റെ സ്റ്റാൻഡ് ഇവിടെ സെറ്റ് ചെയ്ത് ഇനി നമുക്ക് ഈ മോണിറ്റർ ഈ സ്റ്റാൻഡിലോട്ട് ഫിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് ഫിറ്റ് ചെയ്യുക, കാരണം ഇതിനൊരു ലോക്കുണ്ട്. ചുമ്മാ പിടിച്ച് അമർത്താതെ, സിമ്പിളാണ്, പക്ഷേങ്കിൽ ആ ഒരു കറക്റ്റ് ലോക്കിലോട്ട് കയറ്റി വെച്ചാൽ മാത്രമേ അത് ഫിറ്റായിട്ട് ഇരിക്കത്തുള്ളൂ. കറക്റ്റായിട്ട് നമുക്ക് ആ ലോക്കിലോട്ട് വെക്കാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ശ്രമങ്ങളൊക്കെ ഒന്ന് പാളിപ്പോയായിരുന്നു. ഒന്നുകൂടെ നോക്കാം. സിമ്പിളാണ്, പക്ഷേങ്കിൽ കറക്റ്റ് ആ ലോക്കിൽ കയറിയിരിക്കാനൊരു പ്രയാസം. ഓക്കെ, സെറ്റായി കഴിഞ്ഞു. കറക്റ്റ് ആ ലോക്കിൽ കയറി ഇരുന്നിട്ട് ഉറപ്പായ ശേഷം നമുക്ക് മോണിറ്റർ വെക്കാം. നമ്മുടെ മോണിറ്ററിൻ്റെ HDMI പോർട്ടിലേക്ക് നമ്മുടെ HDMI കേബിൾ കുത്തി നമുക്ക് നമ്മുടെ PCയുടെ HDMI പോർട്ടിലേക്ക് നമുക്ക് കണക്ട് ചെയ്യാം.
ഓക്കെ, നമ്മൾ HDMI കേബിൾ കണക്ട് ചെയ്തു. ഇനി നമുക്ക് പവർ സപ്ലൈ, നമ്മുടെ മോണിറ്ററിൻ്റെ പവർ സപ്ലൈക്കുള്ള അഡാപ്റ്റർ കണക്ട് ചെയ്യാം. $21.5 ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നമുക്ക് നല്ലൊരു ഡിസ്പ്ലേ, വലിപ്പമുള്ള ഡിസ്പ്ലേ നമുക്ക് ലഭിക്കുന്നു. പിന്നെ നമുക്ക് എഡിറ്റിങ്ങിനും അല്ലെങ്കിൽ ഗെയിമിങ്ങിനൊക്കെ പറ്റിയ ഒരു നല്ലൊരു മോണിറ്ററാണിത്. അപ്പോൾ ഫസ്റ്റ് റിവ്യൂ ആണ് ഞാൻ പറയുന്നത്. ഇതെങ്ങനെയാണ് ഇനി നമ്മൾ കുറച്ചാൾ യൂസ് ചെയ്താലേ ഇതിൻ്റെ കൃത്യമായിട്ടുള്ള റിവ്യൂ അറിയത്തുള്ളൂ. എങ്കിലും നമുക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ, ഞാൻ ഫ്ലിപ്കാർട്ടിൽ 6700 രൂപയ്ക്കാണ് ഈ ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്തത്. 21.5, അത് ഏസറിൻ്റെ ഒരു കമ്പനിയുടെ 3 വർഷം വാറണ്ടി ഉണ്ട്. അപ്പോൾ കമ്പനി ഈ ഒരു പ്രൈസ് റേഞ്ച് നമുക്ക് ലാഭം തന്നെയാണ്. അപ്പോൾ ഫുൾ HD ഡിസ്പ്ലേ ആണ്, എല്ലാം കൊണ്ട് ഒരു വാല്യൂ ഫോർ മണി എന്ന് തന്നെ പറയാം. കാരണം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഞാൻ ഇഷ്ടംപോലെ മോണിറ്റർ നോക്കി ചെക്ക് ചെയ്തായിരുന്നു. ഈ ഒരു ഡിസ്പ്ലേ സൈസും ഫുൾ HD ഡിസ്പ്ലേയും ഉള്ള ഒരു മോണിറ്റർ കിട്ടാനില്ല. ഈ ഒരു പ്രോഡക്റ്റ്, ഏസറിൻ്റെ ഈ ഒരു പ്രോഡക്റ്റ്, aopen എന്ന് പറഞ്ഞ പ്രോഡക്റ്റ്, ഇത് സെയിൽ സ്റ്റാർട്ട് ചെയ്യുവാണ് ഫ്ലിപ്കാർട്ടിൽ. സ്റ്റാർട്ട് ചെയ്യുന്നേ ഉള്ളൂ, അപ്പോഴാണ് ഞാൻ പർച്ചേസ് ചെയ്തത്. അതുകൊണ്ടായിരിക്കും ഈ ഒരു പ്രൈസിൽ വരുന്നത്. അപ്പോൾ കുറച്ച് പർച്ചേസിങ് കഴിയുമ്പോൾ റേറ്റും കൂടാനും ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഡിസ്പ്ലേ സൈസാണ്. 21.5 ഡിസ്പ്ലേ സൈസ്, ഫുൾ HD 1920x1080 റെസൊല്യൂഷൻ. ഈ ഒരു ഇത്രയും ഫീച്ചേഴ്സ് ഉള്ളത് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് ലാഭം തന്നെയാണ്. 3 വർഷം വാറണ്ടി ഉണ്ട്. ഇതിൻ്റെ താഴെയാണ് ഇതിൻ്റെ സ്വിച്ചുകളൊക്കെ, പവർ സ്വിച്ചും വോളിയം ബട്ടണും എല്ലാം കൺട്രോൾ ചെയ്യുന്ന സ്വിച്ചുകൾ, 5 സ്വിച്ചുകൾ ഇതിനുണ്ട്. ഫ്രണ്ട്സ്, അപ്പോൾ ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ലൈക്ക് ചെയ്തേക്കുക. നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് വെക്കുക. നമുക്ക് വലിയ അൺബോക്സിങ് ചെയ്തൊന്നും പരിചയമൊന്നുമില്ല, എങ്കിലും നമ്മൾക്ക് നമ്മുടെ ചാനലിൽ ഒരു അപ്ഡേറ്റ് വന്നപ്പോൾ ഞാൻ നിങ്ങളെ അറിയിച്ചതേ ഉള്ളൂ. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് അടുത്തൊരു നല്ലൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം.